എല്ലാവർക്കും റിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ജുഡീഷ്യൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ 2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് സി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും ഓൾറെഡി ഡിസ്കസ് ചെയ്ത വീഡിയോസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 81 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 100 വരെ ഉള്ളതാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 81. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫാലി എസ് നരിമാൻ ആണ്. ഫാലി എസ് നരിമാൻ നമ്മുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ജൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അദ്ദേഹം ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളിൽ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫാലി എസ് നരിമാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഓഫ് 65B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ എ, അൻവർ PV വേഴ്സസ് PK ബഷീർ ആണ്. ബാക്കിയുള്ള കേസുകളെല്ലാം ഷൈറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ട്രിപ്പിൾ തലാഖ് റിലേറ്റഡ് കേസാണ്. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അഡൽട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ലിലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് ലെജിസ്ലേറ്റേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കേസായിരുന്നു. അൻവർ വേഴ്സസ് PK ബഷീർ ആണ് 65B റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന രീതിയിൽ ആ ഒരു ജഡ്ജ്മെന്റ് വന്നത് 2014 ജഡ്ജ്മെന്റ് ആണ്. അതിന്റെ സൈറ്റേഷൻ എന്ന് പറയുന്നത് അൻവർ PV വേഴ്സസ് PK ബഷീർ 2014 10 SCC 473. ഈ ഒരു കേസിനകത്ത് 3 ജഡ്ജ് ബെഞ്ച് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഇസ് കമ്പൽസറി വെനെവർ ദി ഒറിജിനൽ ഇലക്ട്രോണിക് ഡിവൈസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓറൽ എവിഡൻസോ അതർ മോഡ്സ് ഓഫ് പ്രൂഫ്സ് ആർ നോട്ട് ഇനഫ് എന്ന രീതിയിലാണ് 3 ജഡ്ജ് ബെഞ്ച് ഇവിടെ റൂൾ ചെയ്തത്. ആൻഡ് സബ്സിക്വന്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ട് ഷാഫി മുഹമ്മദ് 2018 ഒരു കേസിനായിരുന്നു ട്രൈ ടു ആക്ച്വലി ഡൈല്യൂട്ട് ദിസ് റൂൾ. ആൻഡ് അർജിത് പണ്ഡിറ്റ് റാവ് കൊട്കർ 2020 ഒരു കേസാണ് 5 ജഡ്ജ് ബെഞ്ച് റീഅഫേം Anwar and clarified practical issues and held that certificate can be produced later if good reasons are shown. At the question number 83. The Supreme Court in Navdeep Singh Johar versus Union of India dealt with. Option A ആണ് correct ആയിട്ടുള്ള ആൻസർ, decriminalizing homosexuality എന്നുള്ളതാണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. Navdeep Singh Johar versus Union of India dealt with decriminalizing homosexuality by striking down section 377 of Indian Penal Code insofar as it punished consensual same-sex relation among adults. അപ്പോൾ പാർഷ്യലി ഡീക്രിമിനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. കൺസെൻഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റികൾ ഒരിക്കലും ക്രിമിനലൈസ് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലാണ് സുപ്രീം കോർട്ട് അവിടെ സ്റ്റാൻഡ് എടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലോട്ട് വരുമ്പോൾ 377 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഡീക്രിമിനലൈസിംഗ് ഹോമോസെക്ഷുവാലിറ്റി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 84. അഡ് ലിറ്റം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ദ ലാറ്റിൻ ഫ്രേസ് അഡ് ലിറ്റം literally translates to for the suit, and it is used in terms such as guardian ad litem or attorney ad litem, meaning a person appointed by a court solely for the purpose of particular legal action. അപ്പോൾ for the suit എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ പ്രസന്റ് യൂണിയൻ ലോ മിനിസ്റ്റർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അർജുൻ രാം മെഗ്വാൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 86. കോൺസെപ്റ്റ് ഓഫ് കോൺകറന്റ് ലിസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബാഗ് ഓഫ് ബോറോയിങ്സ് ആണ്. പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ കോൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തതെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ഈ കോൺകറന്റ് ലിസ്റ്റിന്റെ കോൺസെപ്റ്റ് കടമെടുത്തിട്ടുള്ളത്. കാനഡയിൽ നിന്ന് നമ്മൾ ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റെസിഡ്യൂറി പവർ വെസ്റ്റഡ് ഇൻ ദ പാർലമെന്റ്. അയർലാൻഡിൽ നിന്ന് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ജപ്പാനിൽ നിന്നുള്ള ആ എക്സ്പ്രഷൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ജപ്പാനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 87. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മേഹം? മേഹം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കോർപ്പോറൽ ഹേർട്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കോർപ്പോറൽ ഹേർട്ട് എന്നുള്ളതാണ്. ഇൻ ക്രിമിനൽ ലോ usage, mayhem is an offense of intentionally maiming, disfiguring or crippling another person. For example, cutting off a limb, destroying an eye. Such acts inflict serious bodily injury, not mere discipline or property damage. Modern statutes and legal dictionaries describe mayhem as a conduct that maliciously deprives someone of a member of their body or causes permanent disability or disfigurement. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോർപ്പറൽ ഹേർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 88. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 233 ആണ്.
ആർട്ടിക്കിൾ 233 അകത്ത് പറയുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് ദി അപ്പോയിന്റ്മെന്റ്സ് പോസ്റ്റിംഗ്സ് ആൻഡ് പ്രൊമോഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ഇൻ എനി സ്റ്റേറ്റ് ആർ മെയ്ഡ് ബൈ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് in consultation with the High Court having jurisdiction over that state. Option B ആണ് ഇവിടെ correct ആയിട്ടുള്ള ആൻസർ ആർട്ടിക്കിൾ 233. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 89. Dehorse എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അർത്ഥം? Dehorse means unrelated to. Dehorse എന്ന് പറയുന്നത് unrelated to എന്നുള്ള അർത്ഥമാണ് വരുന്നത്. It is a legal Latin French preposition meaning outside of, foreign to or not connected with the matter in question എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ dehorse ദി റെക്കോർഡ് എന്നുള്ള രീതി പറയും. അതിന്റെ അർത്ഥം ഔട്ട്സൈഡ് ദി റെക്കോർഡ് എന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ് ഡിനോട്ട് സംതിങ് അൺറിലേറ്റഡ് ടു വാട്ട് ഹസ് ബീൻ ഡിസ്കസ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അൺറിലേറ്റഡ് ടു. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 90. വിച്ച് ഇസ് ദ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ enabling appointment of retired judges at sittings of high courts? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 224A ആണ്. 224 of the Constitution of India empowers the Chief Justice of a High Court with the prior consent of the President to invite a retired High Court judge to sit and act as the judge of that High Court. Option A 224A ആണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. Nemo est haeris viventis means. ഈ ഒരു ലീഗൽ മാക്സിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദ ലാറ്റിൻ ലീഗൽ മാക്സിം നെമോ എസ്റ്റ് ഹെറിസ് വിവെന്റിയസ് literally translates to no one is the heir of a living person. It expresses the principle that inheritance rights arise only after the ancestor's death. While the ancestor is alive, prospective heirs have no vested interest. So the right answer here is option D. No one is the heir of a living person. At the question number 92. Article 44 of the Constitution of India deals with Article 44 deal in the Uniform Civil Code for Citizens ആണ്. So option B is the right answer. DPSP യിൽ വരുന്ന ഒരു കാര്യമാണ് Article 44 Uniform Civil Code for the Citizens. അടുത്തത് 93. Lex loci regit actum means. It means option A, the law of the place governs the act എന്നുള്ളതാണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. So the Latin maxim lex loci regit actum literally translates to the law of the place rules the act. It is a conflict of laws principle when determining the formal validity of an act, such as the manner of executing a contract, signing a will, or celebrating a marriage. The court applies the law of the country or state where the act was done. So option A ആണ് ഇവിടെ correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത question. The Article 21A deals with the right to free and compulsory education to all children in the age group of. correct ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. 16 to 14 years എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ലയൺ ഇസ് ഈക്വൽ ടു കബ്, ദെൻ ഗോട്ട് ഇസ് ഈക്വൽ ടു വാട്ട്. അപ്പൊ ലയണിന്റെ ഒരു ഓഫ്സ്പ്രിങ്ങിനെയാണ് നമ്മൾ കബ് എന്ന് പറയുന്നത്. ഗോട്ടിന്റെ ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ പറയുന്നത് കിഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ലാമ്പ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ എന്തുകൊണ്ട് ലാമ്പ് വന്നില്ല എന്നുള്ളത്. ഷീപ്പിന്റെ ഓഫ്സ്പ്രിങ്ങിനെയാണ് നമ്മൾ ലാമ്പ് എന്ന് പറയുന്നത്. സോ ഗോട്ടിന്റെ ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ കിഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 96. IBID എന്ന് പറയുകയാണ്. IBID. IBID means IBID is an abbreviation of the Latin ibidem, which means in the same place. So this is exactly what you see in footnotes or endnotes when two citations in a row come from the very same source. Writers simply put IBID to say see the identical source just above. അപ്പോൾ ഫുട്നോട്ട്സിലൊക്കെ കാണുന്ന കാര്യമാണ്. അപ്പോൾ IBIDന്റെ അർത്ഥം വരുന്നത് ഇൻ ദ സെയിം പ്ലേസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. IBID ഇൻ ദ സെയിം പ്ലേസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 97. Pointing to a picture, a man says, "She is the daughter of my grandfather's only son. How is the girl in the photograph related to the man?" അപ്പം she is the a man. ഇപ്പൊ ഒരു മാൻ പറയുകയാണ്. എന്താ മാൻ പറയുന്നത് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. അപ്പൊ ഈ മാൻ എന്തുണ്ടായിരുന്നു? ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മാനിന് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവണമെങ്കിൽ ഈ മാനിന് ഒരു പാരന്റ് ആരെങ്കിലും ഉണ്ടാവണം അല്ലെ. അപ്പൊ ലെറ്റ്സ് സേ ഒരു മാൻ ഒരു പാരന്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതി നമുക്ക് പറയാം. ഈ മാന്റെ പാരന്റ് ആണ്, ഈ മാന്റെ പാരന്റിന്റെ ഫാദർ ആണ് ഈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഗ്രാൻഡ് ഫാദർ. അപ്പം ഇവിടെ പറയുന്നത് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഈ മാന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഓൺലി സൺ. അപ്പൊ ഈ പാരന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇയാളുടെ ഫാദർ ആണ്. ഓൺലി സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഫാദർ ആണ് വരുന്നത്. റൈറ്റ്. ആൻഡ് ഈ ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ഫാദറിന് എന്തുണ്ട്?
ഒരു ഡോട്ടർ എന്ന് പറയുന്നത്. ആ ഡോട്ടർ ആണ് ഈ പറയുന്ന സ്ത്രീ, ഷീ എന്ന രീതി പറയുന്നത്. അപ്പം ഇവിടെ ഒരു ഡോട്ടർ വരുന്നുണ്ട്, റൈറ്റ്? അങ്ങനെയാണ് ചോദ്യം എന്താ പറയുന്നത്, ഹൗ ഇസ് ദ ഗേൾ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദ മാൻ. അപ്പൊ ഈ മാന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ഗേൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. മാന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ഗേൾ എന്ന് പറയുന്നത് ആരായിരിക്കും? സിസ്റ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിസ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഇഫ് ഫാദർ ഇസ് കോഡഡ് ആസ് JEXLIV, then mother will be coded as. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാദറിൽ നിന്ന് FATHER, ഫാദറിൽ നിന്ന് ഫാദറിനെ എങ്ങനെ കോഡ് ചെയ്ത് JEX, അതേപോലെ തന്നെ L, അതേപോലെ തന്നെ I, then V. ഇത് +4 ആണ്. എഫിൽ നിന്ന് +4 ആണ് J വരുന്നത്, എയിൽ നിന്ന് +4 ആണ് E വരുന്നത്, ടിയിൽ നിന്ന് +4 ആണ് X വരുന്നത്. ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ മദറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മദറിന്റെ ഓരോ ലെറ്ററിൽ നിന്നും +4 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഡ് കിട്ടും. അപ്പൊ മദറിൽ നിന്ന് +4 നോക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? LMNOPQ, Q ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് Q ആണ് വരുന്നത്, നമുക്ക് മനസ്സിലായി. ഓന്നിൽ നിന്ന് അടുത്ത 4 എത്ര വരിക? LMNOPQRS. അപ്പൊ S ആണ് അടുത്ത വരിക. അപ്പൊ QS വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. QSXLIV ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ബാക്കിയുള്ള THER എല്ലാം സെയിം ആണ് വരുന്നത്. THER നിങ്ങൾ നോക്കുകയാണെങ്കിൽ XLIV തന്നെയാണ് വരിക, അല്ലെ? അപ്പൊ ഇവിടെ XLIV എന്ന് വരുന്നത് എയും ഉണ്ട് സിയും ഉണ്ട്, പക്ഷെ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം MQ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, OS വെച്ചിട്ടാണ് വരിക കോഡ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 99. The only Chief Justice of India to act as President of India was. The only Chief Justice of India to act as the President of India was. ഇവിടെ ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. He is the only Chief Justice of India who has ever been over as a head of state, serving as acting President of India from 20 July to 24 August 1969. He stepped in when both presidency and vice presidency fell vacant after President Zakir Hussein's death and Vice President VV Giri resignation to contest the ensuing election. അപ്പം അദ്ദേഹം ആണ് ഈ പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ടു ഹോൾഡ് ദീസ് 3 പോസ്റ്റ്. അദ്ദേഹം പിന്നീട് വൈസ് പ്രസിഡന്റും ആയിട്ടുണ്ട്. അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുണ്ട്, ആൻഡ് അതേപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മുഹമ്മദ് ഹിദായത്തുള്ളയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 100. Andaman and Nicobar Island comes under the jurisdiction of. The Union Territory of Andaman and Nicobar Islands falls under the jurisdiction of Calcutta High Court. A special circuit bench of that High Court also sits at Port Blair to hear local matters. So correct ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൽക്കട്ട ഹൈക്കോർട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 81 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 100. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കേരള ജുഡീഷ്യൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ 2026 വേണ്ടി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. റിറ്റ്സിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള rits.in കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫീസ് വരുന്നത് 17,700 റുപ്പീസ് ആണ്. ടോട്ടൽ ആയിട്ടുള്ള ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം ഒരു 10 മന്തിന്റെ ഡ്യൂറേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.